അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 9 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. ഒരു പ്രേക്ഷകൻ പറയുന്നു, മുഖത്തേക്കാൾ ഭംഗി വേണ്ടത് മനസ്സിനാണ്. നമ്മുടെ ബാലൻ നീലേമരി. രൂപയേക്കാൾ മൂല്യം വേണ്ടത് സ്നേഹത്തിനാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാണ് വയനാട്ടിൽ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. നല്ല വയനാട്ടിൽ നല്ല തണുപ്പിൽ ഒക്കെ സുഖമായിട്ടിരിക്കുക. പൊതുവേ നല്ല തണുപ്പാണ്. കുഞ്ഞുങ്ങളെയൊക്കെ യാത്രയൊക്കെ കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം സ്കാർഫൊക്കെ കെട്ടി വേണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പനിയൊക്കെ പിടിക്കും. ജലദോഷത്തിന് സമയം കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതുവത്സരാഘോഷത്തിനൊരുങ്ങി ഫോർട്ട് കൊച്ചി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഇത്തവണ 3 ലക്ഷത്തോളം ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. പരേഡ് ഗ്രൗണ്ടിന് പുറമെ വെളി ഗ്രൗണ്ടിലും പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ തീരുമാനം ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഈ സുരക്ഷയ്ക്കായി 1200 പോലീസുകാരെ വിന്യസിക്കുന്നുണ്ട്. സജോ ദേവസ്യ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരും. മനോഹരമായ മഴമരത്തിന്റെ ദൃശ്യങ്ങളാണ് കേട്ടോ പ്രേക്ഷകർ കാണുന്നത്. ഈ മഴമരം കാണാൻ തന്നെ പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. ഇനി പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ദിവസം, അതായത് നാളെ വൈകുന്നേരം ഒഴുക്കായിരിക്കും കേട്ടോ, ഒഴുക്കായിരിക്കും. സജു ദേവസ്യയുണ്ട്. സജു, ഗുഡ് മോർണിംഗ്. സജു, ഇനി മണിക്കൂറുകൾ എണ്ണി നമ്മൾ കാത്തിരിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ പിന്നെ പുതുവത്സരത്തെ വരവേൽക്കാൻ ഇത്തവണ അടാറ് പരിപാടികളാണെന്നാണ് കേട്ടത്. 2 പാപ്പാഞ്ഞികളാണ്, ഡബിൾ. അപ്പോൾ വലിയ ഒഴുക്കുണ്ടാവില്ലേ ഫോർട്ട് കൊച്ചിയിലേക്ക്? എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കി കഴിഞ്ഞോ? ഡോക്ടർ അരുൺകുമാർ, ഫോർട്ട് കൊച്ചി എന്നത് കേരളത്തിൽ ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്ന സ്ഥലമാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല, ഇവിടുത്തെ ചരിത്രം, സംസ്കാരമൊക്കെ നമുക്ക് അറിയാലോ. അതാ പുറകിൽ കാണുന്ന പാപ്പാഞ്ഞി ഇവിടെ റെഡിയാണ്. വലിയ ബിഗ് ജയന്റ് ആയിട്ടുള്ള പാപ്പാഞ്ഞി റെഡി ആയിട്ടുണ്ട്. അത് വലിയ തോതിൽ നേരത്തെ കമ്മീഷണറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 3 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി നൽകും എന്നാണ് പറഞ്ഞത്. വെളി ഗ്രൗണ്ടാണിത്. അതുകൂടാതെ പരേഡ് ഗ്രൗണ്ടിലും അനുമതി നൽകുമെന്ന് പറഞ്ഞിട്ട് ഇതിനെ സംബന്ധിച്ച് വിശദാംശം വരും. അതുകൂടാതെ കൊച്ചിയെ സംബന്ധിച്ച്, കൊച്ചിയുടെ ഒരു കൾച്ചറാണല്ലോ, ഇപ്പോൾ മറ്റു പലയിടങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റല്ലേ? നമ്മുടെ സംഘാടകരെല്ലാം എന്നോടൊപ്പം ഇവിടെ തന്നെയുണ്ട്. എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റ് ചെയ്തു കഴിഞ്ഞു. പോലീസിൻ്റെ ഇന്നലെ ബഹുമാനപ്പെട്ട കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ വിമലാദിത്യ സാറ് ഇവിടെ വിസിറ്റ് ചെയ്തു. 2 DCPമാരുണ്ടായി, അശ്വതി മേഡം ഉണ്ടായി, ഇവിടുത്തെ ACP, ഇവിടുത്തെ SHO, ഫുൾ സംഘം ഇവിടെ ഉണ്ട്. ഒരു 3 ലക്ഷത്തോളം പേരെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയും ആളുകൾ ഉണ്ടാകും. ഫോർട്ട് കൊച്ചിക്കകത്ത് നമുക്ക് അങ്ങനെ പ്രതീക്ഷിച്ചേ പറ്റൂ. കാര്യം ഇപ്പോൾ ഞങ്ങളുടെ ഈ വെളി ഗ്രൗണ്ട് 7.5 ഏക്കർ സ്ഥലമാണ്. 7.5 ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് പോലീസ് നിർദ്ദേശിച്ച ചില ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ എന്തായാലും നമുക്കൊരു 1.5 ലക്ഷം പേര് കംഫർട്ടബിളാണ് ഇവിടെ മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആ 3 ലക്ഷത്തിൻ്റെ കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. പോലീസ് പറഞ്ഞതനുസരിച്ച് അതാണ് നമുക്ക് മീഡിയയോട് പറയാനുള്ളത്. ഈ വെളി ഗ്രൗണ്ടിൽ ആവർത്തിച്ച് പറയേണ്ടത് 60ഓളം ക്യാമറകളുണ്ട്. ആര് വന്നാലും അത് നിരീക്ഷിക്കാൻ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു പോലീസ് കൺട്രോൾ റൂം തന്നെ ഈ ഗ്രൗണ്ടിലുണ്ട്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 2-3 ആംബുലൻസുകളോളം സജ്ജമാണ്. മെഡിക്കൽ ടീം സജ്ജമാണ്. 4മത്തെ ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആൾക്കാർക്കും കംഫർട്ടബിളായി നിൽക്കാനുള്ള ഫെൻസിങ് പൊസിഷൻ. വിദേശികൾക്ക് പ്രത്യേക പവലിയനുണ്ട്. അതെ. അപ്പോൾ 5മത്തെ ഒരു കാര്യം പറയുന്നത്, പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ചെയ്തൊരു ശീലമുള്ളത്, പോലീസ് അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദേശികൾക്ക് മാത്രം പ്രത്യേക പവലിയനാണ്, മീഡിയക്ക് പ്രത്യേകം പവലിയനാണ്, പോലീസ് 8 പോസ്റ്റാണ്. സേഫ് ആയിരിക്കും കാര്യങ്ങൾ. 100% സേഫ് ആയിരിക്കും. റെഡിയാണ് ഫോർട്ട് കൊച്ചി മൊത്തം റെഡിയാണല്ലേ? തീർച്ചയായിട്ടും. അവർ പറയുന്നത് സുരക്ഷയുടെ ഭാഗമായിട്ട്. ഇത്രയധികം മഴമരം പൂത്തപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. കാര്യം മഴമരം അറിയാലോ, ഫോർട്ട് കൊച്ചിയുടെ ഒരു ഐഡന്റിറ്റിയാണ്. ക്രിസ്മസ് ട്രീ ആയി ഒരുക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ വന്നു, വലിയ ബ്ലോക്കും തിരക്കുമൊക്കെ വന്നു. പക്ഷേ കാര്യങ്ങൾ ഇവിടെ സജ്ജമാണ്. സുരക്ഷയുടെ ഭാഗമായി 1000-ലധികം പോലീസുകാരെ വിന്യസിക്കും കമ്മീഷണറുടെ നേതൃത്വത്തിൽ. അതിനുവേണ്ടി ഇന്നൊരു സുരക്ഷാ ഓഡിറ്റ് യോഗം കൂടി ചേരും. പ്രത്യേക പവലിയൻ വിദേശ ടൂറിസ്റ്റുകൾക്ക് അടക്കമുണ്ട്. കാര്യങ്ങൾ സെറ്റാണ്. ഇനി പുതുവത്സര തലേന്നേക്ക് കടക്കുക, നേരെ പുതുവത്സരത്തിലേക്ക്, ആഘോഷങ്ങളിലേക്ക് പോവുക. അപ്പോൾ പുതുവർഷത്തിന്റെ വൈബ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ വാർത്താ സംഘവും തയ്യാറായി കഴിഞ്ഞു. ഗംഭീരമായിരിക്കും കേട്ടോ. പൊടിക്കും എന്നുള്ളതാണ്. മേളമായിരിക്കും. പ്രേക്ഷകർ കാത്തിരിക്കുക. നാളെ വൈകുന്നേരം നമുക്ക് ഗംഭീരമായി പുതുവത്സരത്തെ വരവേൽക്കാം. റിപ്പോർട്ടർ വിപുലമായ സംവിധാനങ്ങളാണ്